പ്രവാചകന്റെ പാരായണം ഒളിച്ചെന്ന് കേട്ടിട്ട് വന്നിട്ട് സാഹിത്യ സാമ്രാട്ടാകുന്ന വലീദ് ഇബ്നു മുഗീറ പറയുകയാണ്, പരിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ആയത്ത് നിരൂപണമാണ്. പരിശുദ്ധ ഖുർആൻ എന്താണെന്ന് മക്കാ മുശ്രിക്കീങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതീവ മാധുര്യമാണ്, അതീവ മാധുര്യമായ ഗ്രന്ഥമാണ്. എത്ര കേട്ടാലും മതി വരാത്ത ഗ്രന്ഥമാണ്. അത് പഴം പുരാണമല്ല, വാചാടോപങ്ങളല്ല, അസത്യത്തിന്റെ കഥകൾ അല്പം പോലും ഇല്ലാത്ത ഗ്രന്ഥമാണ്. എത്ര മനോഹരമായ അതീവ മാധുര്യമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതീവ മനോഹരമാണ് എന്റെ ശൈലി, അതീവ സുന്ദരമാണ് എന്റെ കോർവ. ഇതുവരെ അറേബ്യൻ രാജ്യങ്ങളിൽ ഒരു സാഹിത്യ സാമ്രാജ്യം രചിച്ചിട്ടുള്ളതായ കൃത്യങ്ങളിലോ പദ്യങ്ങളിലോ കാണപ്പെടാൻ സാധിക്കാത്ത അതീവിന്റെ കാലഘട്ടത്തിന് സമാധാനം അന്വേഷിച്ചുകൊണ്ട് മനോഹരമാകുന്ന ജബലുന്നൂറിന്റെ മുകൾ പരത്തിന് കയറിയിരിക്കുമ്പോൾ പാറിപ്പറന്നു വന്ന മഹാനായ ജിബ്രീൽ എന്ന മാലാഖ ഓതി കൽപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനെ കുറിച്ച് ശത്രു പറയുകയാണ്, കൊടും ശത്രു പറയുകയാണ്. ഖുർആൻ കാലങ്ങളെ അതിജയിക്കുന്നതാണ്. അത് 20-ാം നൂറ്റാണ്ടിന്റെ മാത്രം ഗ്രന്ഥമല്ല, അത് 15-ാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥം മാത്രമല്ല, അത് 21-ാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥവുമാണ്. 22-ാം നൂറ്റാണ്ടുണ്ടായാൽ അന്നത്തെ ഗ്രന്ഥവും പരിശുദ്ധ ഖുർആനാണ്. നടത്തുന്നത് അല്ലാ. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, സത്യസന്ധമായ നിരൂപണം വലീദ് ഇബ്നു മുഗീറ നടത്തിയപ്പോൾ വന്ന വചനം ഇതാണ്: പരിശുദ്ധമാകുന്ന ഖുർആൻ കാലങ്ങളെ അതിജയിക്കുന്ന ഗ്രന്ഥമാണ്. ശ്രദ്ധിക്കാം, വീട്ടിലകത്തിരുന്ന് പരിശുദ്ധ ഖുർആൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഏതെങ്കിലും സൂറത്ത് പാരായണം ചെയ്താൽ മാത്രമായിട്ട് ഖുർആന്റെ അത്ഭുതം മനസ്സിലാക്കാൻ പറ്റില്ല. പരിശുദ്ധ ഖുർആനെ അടുത്തറിയണം. ലോകം ഇന്ന് ഖുർആനെ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനെ വായനയ്ക്ക് വിധേയമാക്കപ്പെടുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ. എന്തുകൊണ്ട് ലോകത്ത് മുസ്ലിം ജനസംഖ്യ കൂടിക്കൂടി വരുന്നു? 2050 ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം, 2050 ക്രൈസ്തവ ജനതയും മുസ്ലിം ജനസംഖ്യയും ഈക്വലാകുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സെൻസസ്. 2050 ഇപ്പൊ 220 കോടി ജനങ്ങളുണ്ട് ക്രൈസ്തവ ജനത, മുസ്ലിമീങ്ങൾ 170 കോടിയുണ്ട്. 2050 ഇവർ ഈക്വലാക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും IS പോലുള്ള ആൾക്കാർ വന്നിട്ട് കത്ത് കാണിച്ചിട്ട് മുസ്ലിം ആക്കുക എന്ന് പറഞ്ഞിട്ടാണ്? അല്ല. പിന്നെങ്ങനെയാ? എന്നെ നിങ്ങളെ കണ്ടിട്ട് ഇസ്ലാമിനെ പഠിച്ചിട്ടാണോ? എന്നെ നിങ്ങളെ കണ്ടിട്ട് ഇസ്ലാമോ കാണുന്നു? 5-6 സെക്കൻഡ് മാറുന്നതിന് പറഞ്ഞളഞ്ഞില്ല ഇന്ന ഫിലിമാണെന്ന്. 10-16 കൊല്ലം പഴക്കമുള്ളൊരു സിനിമയിലെ ഡയലോഗ് അതിസുന്ദരമായി പറഞ്ഞു. കണ്ണൂരുള്ള നമ്മളൊരു മുസ്ലിം ചെറുപ്പക്കാരനില് ഈ അടുത്ത സമയത്ത് ചോദിച്ച്, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന പേരെന്താണ്? പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളെ പേരെന്താ? ഏതാ? മുഅദ്ദിനാണോ മോദീന? മോദീനല്ല, മുഅദ്ദിനാണ്. മോദീനെന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുന്ന ആളെന്നാണ്. അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇടങ്ങാൻ വിളിക്കാനോ? മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ അതാണ് ബാങ്ക് കൊടുക്കുന്ന ആള്. അപ്പൊ മൂപ്പരോട് ചോദിച്ചു, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളുടെ പേരെന്താണ്? നമ്മളോടല്ലാണ് ചോദിച്ചതെങ്കിൽ ഞാൻ പറഞ്ഞു സുലൈമാനിക്കാന്ന് പറഞ്ഞു. പനവൂര് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന, പരച്ചോട് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളുടെ അപ്പൊ ഓപ്ഷൻ കൊടുത്തു: ഇമാം, മുഅദ്ദിൻ, ഖത്തീബ്, ഖാളി. ഇങ്ങനെ ഇമാം, മുഅദ്ദിൻ, ഖത്തീബ്, ഖാളി. ഇതിൽ നിന്നും ബാങ്ക് വിളിക്കുന്ന ആളെ പേര് പറയണമെന്ന്. ഈ ചെറുപ്പക്കാരൻ, കണ്ണൂരിലുള്ള ചെറുപ്പക്കാരൻ അറിയത്തില്ല.
മദ്രസയിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ചോദിച്ചാൽ പറയും മോദീന പറയുന്നത്. ഇതാണ് ഇന്നത്തെ അഭിനവ കാലഘട്ടത്തിലെ നമ്മുടെ സമുദായത്തിലുള്ള ആൾക്കാരുടെ ധീരുമായിട്ടുള്ള ബന്ധം. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളെ പേര് പോലും അറിഞ്ഞൂടാ. ഏത് പേര്? ഒറിജിനൽ പേരില്ല. ബാങ്ക് വിളിക്കുന്ന ആൾക്ക് പൊതുവായിട്ട് പറയുന്ന പേരെന്താ? അതുപോലെ അറിഞ്ഞൂടാ ഇന്നത്തെ ചെറുപ്പക്കാർ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകണം. അങ്ങനെയുള്ള ആൾക്കാരെ നോക്കിയിട്ട് ഇസ്ലാമിലേക്ക് ആള് കൂടുമെന്ന് പറഞ്ഞാൽ വെട്ടിത്തമല്ലാതെ വേറെന്താണ്? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാലിക് ബിൻ ദീനാർ സംഘം കേരളത്തിൽ വന്നു. കരിക്കിടാൻ പറഞ്ഞു സാമൂതിരി. കരിക്ക് തലയിലേക്ക് വീണു. കരിക്ക് കുടിക്കാൻ പറഞ്ഞപ്പോ സംഘം പറഞ്ഞു കരിക്കിട്ട തണ്ടാൻ ആദ്യം കൊടുക്കണമെന്ന് പറഞ്ഞു. ജോലി ചെയ്തവന് കൂലി. അതുകൊണ്ട് കരിക്ക് ആദ്യം കൊടുക്കാൻ പറഞ്ഞു തണ്ടാന്. എന്നിട്ട് ഞങ്ങൾ കുടിക്കാന്ന് പറഞ്ഞു. ഇന്ന് കരിക്ക് താഴെ വീഴുന്നതിന് മുമ്പ് ചാടി പിടിക്കും. നമ്മൾ കുടിച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ നോക്കാം, അല്ലേ? എന്ത് സ്വാർത്ഥതയുടെ നാനാർത്ഥങ്ങളായി നമ്മൾ മാറിയിരിക്കുകയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാണ്. നമുക്ക് മറ്റുള്ളവരുടെ റഹ്മത്തില്ലാതെ വന്നപ്പോ അള്ളാഹുന്റെ റഹ്മത്ത് കുറഞ്ഞു. അത്രയേ ഉള്ളൂ. അത്ര കരുതി. നമുക്ക് മറ്റൊരു റഹ്മത്തില്ല. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരുടെ കരുണ കാണിക്കൂ. സുഹൃത്തെ, ഇതെടുത്ത് മാറ്റാൻ പറ്റുമോ? ഈ ടാർപ്പൊന്ന് മാറ്റാൻ പറ്റും? മഴ പെയ്യുമ്പോ നമുക്ക് നീക്കിയിടാം. ബുദ്ധിമുട്ടുണ്ടോ? ബാക്കിലോട്ട് നീക്കി വെച്ചാൽ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരുടെ കരുണ കാണിക്കുകയെങ്കിൽ ആകാശത്തിലുള്ള തമ്പുരാനുകളുടെ കരുണ കാണിക്കുമെന്ന് പരിശുദ്ധ പ്രവാചക മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ളവരുടെ കരുണ കാണിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് 2050 ക്രൈസ്തവർ ജനതയ്ക്ക് തുല്യമായിട്ടും മുസ്ലിം ലോക ജനസംഖ്യ ഈക്വലാകുമെന്ന് പറഞ്ഞാൽ, തുല്യമായി പറഞ്ഞാൽ അവർ പരിശുദ്ധമാകുന്ന ഖുർആനെ പഠനത്തിന് വിധേയമാക്കുന്നത് കൊണ്ടാണ്. 2001 കാലഘട്ടങ്ങളിൽ പെന്റഗനും വൈറ്റ് ഹൌസിലേക്കും വിമാനം ഇടിച്ചിറക്കാൻ നോക്കിയതിന്റെ കാരണമായിട്ട് പ്രസിദ്ധമായ ലോകത്ത്, അമേരിക്കകത്ത് പ്രചണ്ഡമായ പ്രചാരണം നടന്നു. പാശ്ചാത്യ ലോകത്ത് പരിശുദ്ധ ഖുർആനും ഇസ്ലാമും മതത്തിന്റെയും വർഗീയവാദത്തിന്റെയും പ്രത്യയശാസ്ത്രങ്ങളാണ് പഠിപ്പിക്കണേ. അമേരിക്കയിലുള്ള ജനങ്ങൾ ഫ്രഞ്ച് ട്രാൻസ്ലേഷനിലുള്ള പരിശുദ്ധമാകുന്ന ഖുർആന്റെ പഠനത്തിന് വിധേയമാക്കി 34,000 അമേരിക്കക്കാരാണ് 6 മാസം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. 36,000 അമേരിക്കക്കാർ ഇസ്ലാമിലേക്ക് വന്നു 6 മാസം കൊണ്ട്. ഇന്ന് അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിലുണ്ട് ആയിരക്കണക്കിന് പള്ളികൾ. ക്രൈസ്തവ ദേവാലയങ്ങൾ പള്ളിക്ക് വേണ്ടി വിറ്റുകൊടുക്കുകയാണ്. മുസ്ലിം സമൂഹത്തിൽ വിറ്റുകൊടുക്കുക. ക്രൈസ്തവ ദേവാലയങ്ങൾ ആരാധനയ്ക്ക് കുർബാന ആൾക്കാരില്ലാത്തതിന്റെ കാരണത്താൽ ആ ദേവാലയങ്ങളെ ഇസ്ലാമിക സമൂഹം വാങ്ങിച്ച് പള്ളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാ? ട്രംപിന്റെ അമേരിക്കയിൽ, ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയിൽ. ഉത്തർപ്രദേശിലെ കൊച്ചു കൊച്ചു പള്ളികളെ പൊളിക്കുമ്പോ ലോകത്ത് വലിയ വലിയ പള്ളികൾ പൊങ്ങി വരികയാണ്. നാം മനസ്സിലാക്കി 2030 ഇംഗ്ലണ്ടിൽ, ഈ 2014 കാലഘട്ടത്തിൽ ലണ്ടൻ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ പേര് നൽകപ്പെട്ടത് ജോർജ് എന്ന പേരായിരുന്നു കുട്ടികൾക്ക്. 2015 ആയപ്പോൾ അത് 2016 കുട്ടികൾക്ക് ഇടപെട്ട ഏറ്റവും കൂടുതൽ ഇടപെട്ട പേരെന്ന് ചോദിച്ചാൽ 7498 കുട്ടികൾക്ക് ഇടപെട്ട പേര് മുഹമ്മദ്. ലണ്ടൻ സിറ്റിയുടെ കാര്യം പറഞ്ഞേ. ലണ്ടൻ സിറ്റിയുടെ മേയറുടെ പേരെന്നറിയോ? റഹ്മാൻ ഖാൻ എന്നാണ് ലണ്ടൻ സിറ്റിയുടെ മേയറുടെ പേര്. ലണ്ടൻ സിറ്റി പാശ്ചാത്യ രാജ്യത്തെ ക്രൈസ്തവ ജനതയുടെ നേതൃത്വം ഏറ്റെടുക്കുന്ന സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരി ലണ്ടൻ. ലണ്ടൻ സിറ്റിയിൽ മേയർ റഹ്മാൻ ഖാനാണ്. നമ്മൾ ഞാൻ ഇത് ചിന്തിക്കാൻ പറയാം. ലോകം എങ്ങനെ കറങ്ങുന്നു എന്ന്. ലോകം കറങ്ങുന്നു ഖുർആന്റെ പിറകെ, നമ്മൾ കറങ്ങുന്നു ഖുർആന്റെ പിറകില്. ലോകം ഖുർആന്റെ കൂടെ കറങ്ങുന്നു, നമ്മൾ ഖുർആൻ അവിടെ വെച്ചിട്ട് മാറി കറങ്ങുന്നു.
പാരമ്പര്യമായ വിശ്വാസികളായ നമ്മൾ അഹങ്കാരികളായി ഖുർആനെ തൊടാനോ തൊട്ടറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ വിചിന്തനം ചെയ്യാനോ ഗവേഷണം ചെയ്യാനോ തയ്യാറാകുന്നില്ല. പക്ഷേ ഇന്നലകളിൽ അന്ധകാരം ഇവിടമാകുന്ന ജീവിതം നയിച്ചിരുന്ന ഇതര മതവിശ്വാസികളാകുന്ന സഹോദരി സഹോദരന്മാർ ആശ്വാസത്തിന് വേണ്ടി സമാശ്വാസത്തിന് വേണ്ടി പരിശുദ്ധമാകുന്ന ഖുർആനെ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കി പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാധവിക്കുട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? കമല സുറയ്യ ഇല്ലേ? എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഞാൻ ആ വിഷയം മാറ്റിപ്പിടിക്കണോ? മാറ്റിപ്പിടിക്കണോ? വേണ്ട, എന്റെ കൂടെ ഉണ്ടല്ലോ. നിങ്ങൾ കേട്ടില്ലേ പുതിയ സിനിമ ഇറങ്ങാൻ പോവേ? ആരാ? നമ്മളെ മഞ്ജു വാര്യർ മാധവിക്കുട്ടിയുടെ ട്രോളിലായിട്ട് വരുന്നു. വാർത്തകളൊക്കെ അയച്ചില്ലേ? ഒരു വിദ്യാബാലനായിരുന്നു ആദ്യം വരേണ്ടത്, വേറെ എന്തോ പ്രശ്നമായിട്ട് 37 മാറി, ഇപ്പൊ പ്രശ്നമാണല്ലോ. അപ്പൊ കാരണം ഇവര് കൺവെർട്ട് ചെയ്താണ്, ഹൈന്ദവതയിൽ നിന്നും ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ട് അത് ചിലപ്പോ കോളിളക്കൊക്കെ ഉണ്ടാകുന്നത്. ഉമ്മമാര് ചിരിക്കണം, അത് സിനിമ നടിമാരെ പേര്. ഇപ്പൊ എല്ലാം പഠിച്ചിരിക്കണം, വായിക്കണം, നിങ്ങൾ തുറന്നു വായിക്കണം. എന്റെ ഈ കുട്ടികളോട് എനിക്ക് പറയാം, ഞാൻ പഠിപ്പിക്കുന്നത് എന്റെ കുട്ടികളോട് ഞാൻ പറയും, നിങ്ങൾ തുറന്ന് വായിക്കണം, കിട്ടുന്നത് മുഴുവനും വായിക്കണം. വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലോകമറിയാൻ പറ്റൂ. ഖുർആൻ പഠിച്ചു ഹദീസ് പഠിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നാൽ മാത്രം ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടക്കുമോ? ഇല്ല. നിങ്ങൾ പരന്ന് വായിക്കണം, ലോകം നിങ്ങൾ അറിയണം, ലോകത്തിന്റെ സഞ്ചാരം എങ്ങോട്ടാണ്. ഈ മാധവിക്കുട്ടി എങ്ങനെ കമലാസുരയായി? എങ്ങനെയായി? നമ്മൾ ആരെങ്കിലും കണ്ടിട്ടാണ്? ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പേ പർദ്ദ ധരിച്ചവരാണ് മാധവിക്കുട്ടി. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ന് ആകപ്പാടെ ചർച്ചയാണ്, സ്ത്രീക്ക് സുരക്ഷയുണ്ടോ? സ്ത്രീക്ക് സുരക്ഷയുണ്ടോന്ന് ചർച്ച. ഈ മാധവിക്കുട്ടി കമലാസുരയാകുന്നതിന് മുമ്പ് പർദ്ദ ധരിച്ചവരാണ്. ഈ മാധവിക്കുട്ടി ശ്രീകാര്യം പള്ളിയുടെ ചുറ്റുഭാഗത്താണ് താമസിച്ചിരുന്നത്. ഒരു ദിവസം ഉറക്കം വന്നില്ല, ഉറക്കഗുളികകൾ കഴിച്ചു, എന്നിട്ടും അവർക്ക് ഉറക്കം വന്നില്ല. ശക്തമായ തലവേദന, അസ്വസ്ഥത, ശരീരത്തിന് സുഖമില്ലാത്ത അവസ്ഥ. അവസാനം ശ്രീകാര്യം പള്ളിയിലെ അന്ന് ജോലി ചെയ്തിരുന്ന നൈനാർ മുഹമ്മദ് ഉസ്താദ്, അറിയാൻ പറ്റും, നൈനാർ മുഹമ്മദ് ഉസ്താദിനെ വിളിച്ചുകൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവർക്ക് സുഖമില്ല, അതുകൊണ്ടൊന്ന് മന്ത്രിക്കണമെന്ന് പറഞ്ഞു. നൈനാർ ഉസ്താദ് പരിശുദ്ധമാകുന്ന ഖുർആൻ, ആ പരിശുദ്ധമാകുന്ന ഖുർആന്റെ വചനവചസ്സുകളുമായി ആ വീട്ടിന്റെ അകത്തളത്തിൽ പ്രവേശിച്ച് പൂജാമുറിയുള്ള ചിത്രങ്ങളൊന്ന് മാറ്റാൻ പറഞ്ഞു, അവിടെ വെച്ചിരുന്ന പ്രതിഷ്ഠകളൊന്ന് മാറ്റാൻ പറഞ്ഞു. എന്നിട്ട് അവരെ തലപിടിച്ചുകൊണ്ട് പരിശുദ്ധമാകുന്ന ഖുർആന്റെ ആദ്യ സൂറയാകുന്ന സൂറത്തിൽ ഫാത്തിഹയിലൂടെ കടന്നുപോയി, സൂറത്തിൽ ഇഖ്ലാസിലൂടെ കടന്നുപോയി, ആയത്തുൽ കുർസിയിലൂടെ കടന്നുപോയി, സൂറത്ത് മുഅവ്വദത്തയിലൂടെ കടന്നുപോയി. പരിശുദ്ധമാകുന്ന ഖുർആന്റെ വചനവചസ്സുകൾ മാധവിക്കുട്ടി എന്ന നീർമാളകത്തിന്റെ സുന്ദരിയാകുന്ന നാലപ്പാട്ട് സുന്ദരിയുടെ തലഭാഗത്തേക്ക് അല്ലാഹുവിന്റെ അനുമതി പ്രകാരമായി ഓതിക്കൊടുക്കുകയാണ്. അന്നത്തെ രാത്രി സുഖസുഷുപ്തിയിലായി മാധവിക്കുട്ടി കിടന്നിറങ്ങുകയാണ്. പിറ്റേന്ന് പ്രഭാതം പൊട്ടിവിടരുന്ന അരുണോദയം സംഭവിക്കുന്നു. സൂര്യപ്രകാശത്തിന്റെ ലാഞ്ചനകൾ മുഖത്തേക്കടിച്ചപ്പോൾ മാധവിക്കുട്ടി എന്ന് പറഞ്ഞ ലോക പ്രശസ്തയാകുന്ന എഴുത്തുകാർ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ്, എന്ത് പ്രത്യേകതയാണ് ഇന്നലെ നടന്നത്. ദിവസങ്ങളായി ഗുളിക കഴിക്കുന്നു, ദിവസങ്ങളായി ഞാൻ പലതും വായിക്കുന്നു, ദിവസങ്ങളായി ചികിത്സകൾ നടത്തുന്നു, എന്നിട്ടും ഉറക്കം വന്നില്ല. എന്നാൽ ഇന്നലെ ആ ശ്രീകാര്യം പള്ളിയിലെ ഇമാമ് വന്നിട്ട് എന്റെ തലഭാഗത്തേക്ക് പരിശുദ്ധ ഖുർആനിന്റെ ഏതാനും വരികളൊന്ന് ഓതിത്തന്നപ്പോൾ എന്തോ മായാജാലം പോലെ, എന്തോ മാസ്മരികത പോലെ, എന്തോ പ്രത്യേകത പോലെ, എന്റെ തലച്ചോറിലേക്ക് കുളിർമഴ പെയ്യുന്നത് പോലെ, എന്റെ മനസ്സിലേക്ക് എന്തോ പ്രവാഹം കടന്നു വരുന്നത് പോലെ, ആ പ്രവാഹത്തോടുകൂടി, ആ മാസ്മരികതയോടുകൂടി, ആ മനോഹാരിതയോടുകൂടി ഇന്ന് വരെ ഉറങ്ങാത്ത രീതിയിൽ സുന്ദരമായ സുഖശുദ്ധിയിലേക്ക് ഞാൻ ആണ്ടുകൊണ്ട് പോകുകയാണ്. എല്ലാ രോഗങ്ങളും മാറിയിരിക്കുകയാണ്, ശരീരത്തിന്റെ അസ്വസ്ഥത മാറിയിരിക്കുകയാണ്, മാനസികമായ പ്രയാസം മാറിയിരിക്കുകയാണ്, പൂർണ്ണ ആരോഗ്യനിവൃത്തിയായി മാറിയിരിക്കുകയാണ്. എനിക്കറിയണം എന്താണ് ഖുർആനെന്ന്, അതുകൊണ്ട് ആ ഉസ്താദിന് എനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് നൈനാർ മുഹമ്മദ് ഉസ്താദിനോട് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പഠിക്കാൻ തയ്യാറാകുകയാണ്. അങ്ങനെ മാധവിക്കുട്ടി സൂറത്തുൽ ഫാത്തിഹ പഠിക്കാൻ തയ്യാറാകുകയാണ്. പ്രാരംഭമാകുന്ന സൂറത്തിലെ 7 ആയത്തുകൾ
ആദർശം പഠിക്കാൻ തയ്യാറാകുകയാണ്, അള്ളാന്റെ വചനവചസ്സുകളെ പഠിക്കാൻ തയ്യാറാകുകയാണ്. എന്റെ ഉമ്മമാരോടൊന്ന് മനസ്സ് തുറന്നൊന്ന് ചോദിക്കട്ടെ, എത്ര വയസ്സായി ഉമ്മ നിനക്ക്? പ്രായപൂർത്തിയായ കാലഘട്ടം മുതൽ പരിശുദ്ധമാകുന്ന നമസ്കാരത്തിലൂടെ സൂറത്തുൽ ഫാത്തിഹ ദിവസം മുടങ്ങാതെ 17 തവണയായി നിർബന്ധമായി നീ പാരായണം ചെയ്യുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതിന്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ ആശയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ, അതിന്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ, അതിന്റെ പ്രത്യേകതകളെക്കുറിച്ച് അന്വേഷിക്കാൻ അല്ലാഹുവേ ദിവസവും മുടങ്ങാതെ 17 തവണയായിട്ട് ഞാൻ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ ഉണ്ടല്ലോ, ആ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമൊന്ന് മനസ്സിലാക്കാൻ, അതിന്റെ ആശയമൊന്ന് മനസ്സിലാക്കാൻ എന്റെ ഉമ്മമാരെ, ചെറുപ്പക്കാരെ മനസ്സൊന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇല്ല. എന്നാ ഒറ്റ രാത്രി കൊണ്ട് ഖുർആന്റെ മാസ്വരിക മനസ്സിലേക്ക് ഉടക്കിയപ്പോൾ, മസ്തിഷ്കത്തിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ മാധവിക്കുട്ടി പഠിക്കാൻ തയ്യാറാകുകയാണ്. അങ്ങനെ പരിശുദ്ധമാകുന്ന സൂറത്തുൽ ഫാത്തിഹയിലൂടെ, സൂറത്തുൽ ബഖറയിലൂടെ, സൂറത്ത് ആൽ ഇംറാനിലൂടെ അവസാനം സൂറത്തുൽ നാസിലേക്ക് എത്തിയപ്പോ മാധവിക്കുട്ടി ഉറക്കെ പറഞ്ഞു തുടങ്ങി, രാമായണത്തിൽ കിട്ടാത്ത, മഹാഭാരതത്തിൽ കിട്ടാത്ത, ഉപനിഷത്തുകളിൽ കാണാത്ത, ആരണ്യങ്ങളിൽ കാണാത്ത, അതുപോലെ തന്നെ സ്മൃതികളിൽ കാണാത്ത, ഋഗ്വേദത്തിലും അഥർവവേദത്തിലും സാമവേദത്തിലും കാണാത്ത മാസ്മരികമാകുന്ന പ്രഖ്യാപനങ്ങൾ, ആശയങ്ങൾ, സന്ദേശങ്ങൾ പരിശുദ്ധമാകുന്ന ഖുർആനിലുണ്ട്. അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശുദ്ധമാകുന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് കമലാസുറി എന്ന പേരിലേക്ക് മാറ്റപ്പെട്ടിട്ട് പാളയംപള്ളിയുടെ മാഗണിയുടെ താഴ്ഭാഗത്ത് 6 മണ്ണിലേക്ക് അടക്കപ്പെട്ട് സ്വർഗസ്ഥയാകാൻ ഭാഗ്യം ലഭിച്ചുപോയ ആ പ്രിയപ്പെട്ട മാധവിക്കുട്ടി എന്ന കമലാസുറയ്യ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് പരിശുദ്ധമാകുന്ന ഖുർആന്റെ പഠനത്തിന് വിധേയമാക്കിയിട്ടാണ്, ഖുർആന്റെ പഠനത്തിന് തയ്യാറായിട്ടാണ്. പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് ഖുർആൻ അത്ഭുത ഗ്രന്ഥമാണെന്ന് പറഞ്ഞാൽ, ഖുർആൻ ആശ്ചര്യ ഗ്രന്ഥമാണെന്ന് പറഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളില് ക്യാൻസർ രോഗം വന്നവരായ ആൾക്കാരുണ്ടല്ലോ, വേദന കൊണ്ട് പൊളയുമ്പോ അവര് വേദനകൾ മറക്കാനായിട്ട് വിവിധങ്ങളാകുന്ന ഗുളികകൾ കൊടുക്കാറുണ്ട്, മയക്കുമരുന്ന് തുല്യമാകുന്ന വേദനാ സംഹാരികൾ കൊടുക്കാറുണ്ട്. അത് ശരീരത്തിന് ദോഷമാണ്. പക്ഷേ ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നെന്നറിയുമോ, വലിയ ഹോസ്പിറ്റലിന്റെ അകത്തളത്തിലായിട്ട് അവർ കിടത്തിയിരിക്കുന്നതായ ഭാഗത്ത് പരിശുദ്ധമാകുന്ന ഖുർആനിലെ സൂറത്ത് റഹ്മാൻ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അതിസുന്ദരമായ ഖുർആനിലെ അധ്യായം സൂറത്ത് റഹ്മാൻ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. പരിശുദ്ധമാകുന്ന സൂറത്ത് റഹ്മാനിന്റെ ആയത്ത് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. 30ഓളം പ്രാവശ്യമായിട്ട് ആവർത്തിച്ച് വരുന്ന, എത്ര ആവർത്തിച്ചാലും കേട്ടാൽ ആവർത്തനം തോന്നാത്ത ഖുർആൻ, എത്ര ആവർത്തിച്ചോദിയാലും മതി വരാത്ത ഖുർആൻ, എത്ര തവണ പൂർത്തിയാക്കിയാലും വീണ്ടും ഓതാൻ ആഗ്രഹിച്ചു പോകുന്ന ഗ്രന്ഥം ഖുർആൻ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ എന്നായത്തങ്ങോട്ട് ശിരസിലേക്ക് അടിക്കുമ്പോ ഡോക്ടർ പറയുകയാണ്, രോഗികൾക്ക് വേദന സംഹാരി വേണ്ട, വേദന മറക്കാൻ മറ്റൊരു മരുന്നും വേണ്ട, വേദന നീക്കിക്കളയാ മറ്റൊരു മരുന്നും വേണ്ട, ഖുർആനിലെ സൂറത്ത് റഹ്മാൻ മതി.
അതുകൊണ്ട് വേദന വരുമ്പോ രോഗികൾ പറയുന്നതാണ്, ആ ഖുർആനിന്റെ CD ഒന്ന് ഓൺ ചെയ്യുമോ, ആ ഖുർആന്റെ പാരായണം ഒന്ന് കേൾപ്പിക്കുമോ? പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, വേദന മറക്കാൻ മയക്കുമരുന്നല്ല, വേദന മറക്കാൻ മദ്യമല്ല, വേദന മറക്കാൻ കഞ്ചാവല്ല, വേദന മറക്കാൻ എന്റർടൈൻമെന്റുകളല്ല, വേദന മറക്കാൻ കോമഡികളല്ല, വേദന മറക്കാനും പരിശുദ്ധ ഖുർആൻ, വേദന സംഹാരിയെ ഖുർആൻ. പാശ്ചാത്യ രാജ്യങ്ങൾ അനുബന്ധമായി സ്വീകരിച്ചിരിക്കുന്ന ഗ്രന്ഥമേ പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആന്റെ സൂറത്ത് റഹ്മാനാണ് വേദന സംഹാരി. പിന്നെ എങ്ങനെ ഇസ്ലാമിലേക്ക് ആൾക്കാർ വരാതിരിക്കും? കെ സ്റ്റീവനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കെ സ്റ്റീവൻ ഉമ്മമാരും ഒക്കെ നടത്തിയോനെ ഇതാരാണ്? നമ്മൾ അയൽവാസിയെല്ലാം തന്നെ അല്ല, പാശ്ചാത്യ ഗായകനാണ്, പോപ്പ് ഗായകൻ. ശരീരം മുഴുവനും ടാറ്റു വരച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ഗാനത്തിൽ കോടാനുകോടി പാശ്ചാത്യർ മതിമറന്ന് നൃത്ത ചുവടുകൾ വെക്കുമായിരുന്നു. അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. ഇതൊക്കെ ഖുർആനെ കുറിച്ച്, ഖുർആൻ അത്ഭുതമാണെന്ന് മനസ്സിലാക്കാൻ പറയുന്ന ഉദാഹരണങ്ങളാണ്. അദ്ദേഹത്തിന് രോഗം ബാധിച്ചു, വല്ലാത്ത വേദന ശരീരത്തിൽ. ബൈബിള് വായിക്കുന്നു പാതിരിമാർ. ആത്മസംതൃപ്തിയില്ല, ആശ്വാസമില്ല, സമാധാനമില്ല. അവസാനം അദ്ദേഹത്തിന്റെ ഒരു മുസ്ലിം കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, സഹോദര, ഈ അടുത്ത പള്ളിയിൽ തൊട്ടടുത്ത് ഒരു ചെറിയൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ കറുകറുത്തിരിക്കുന്ന ഒരു സുഡാനി ബാലനുണ്ട്. കറുകറുത്തിരിക്കുന്ന ഒരു സുഡാനി ബാലനുണ്ട്. ആ സുഡാനി ബാലന്റെ പാരായണം, ഖുർആൻ പാരായണം വല്ലാത്ത മനോഹരമാണ്, അതീവ സുന്ദരമാണ്. ഞാൻ ആ സുഡാനി ചെറുക്കനെ വിളിച്ചുകൊണ്ട് വരട്ടെ, ആ ബാലൻ വന്നിരുന്നിട്ട് ഇവിടെ ഖുർആൻ ഒന്ന് ഓതട്ടെ. എന്തൊക്കെ ചെയ്തു, നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലല്ലോ, സമാധാനം കിട്ടുന്നില്ലല്ലോ. സുഡാനി കറുകറുത്തിരിക്കുന്ന ആ ബാലനെ വെളുത്തു തൊടുത്തിരിക്കുന്ന കാസ്റ്റീവിങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരട്ടെ. അദ്ദേഹം പറഞ്ഞു, എന്ത് കൊണ്ടുവന്നാലും കുഴപ്പമില്ല, എനിക്ക് ഉറങ്ങണം. എന്ത് നടത്തിയാലും കുഴപ്പമില്ല, എനിക്കൊന്ന് ഉറങ്ങണം, കൊണ്ടുവരണം. അങ്ങനെ കറുകറുത്തിരിക്കുന്ന സുഡാനി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പിൻകാൽ കൊണ്ടുവന്നു. നോക്കിയാൽ വെള്ളക്കാർ മുഖം തിരിച്ചു കളയും, അത്ര കറുപ്പാണ്. സുഡാനി ബാലൻ വന്നിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഖുർആൻ പാരായണം. ചരിത്രമാണ് ചരിത്രം. ആ ബാലൻ പരിശുദ്ധമായി സുഡാനികളെ പാരായണം കേട്ടാലുണ്ടല്ലോ എന്തൊരു രസമാണെന്ന് അറിയും. ആ ബാലൻ അവിടെ ഇരുന്നുകൊണ്ട് ഖുർആൻ അങ്ങോട്ട് ഓതാൻ തുടങ്ങി. മാസങ്ങളായി ഉറങ്ങാത്ത അസ്വസ്ഥതയിൽ പെട്ടുപോയ സ്റ്റീവൻ നിമിഷാർദ്ധ നേരങ്ങൾ കൊണ്ട് സുഖശുദ്ധിയിലേക്ക് മാറിപ്പോയി. അദ്ദേഹം അന്വേഷിച്ചു, ഇതെന്ത് ഗ്രന്ഥമാണ്, ഇതെന്ത് ഗ്രന്ഥമാണ്? അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി, പരിശുദ്ധ ഖുർആന്റെ ഫ്രഞ്ച് പരിഭാഷ. 2 കൊല്ലം അദ്ദേഹം അത് വായിച്ചു. 2 കൊല്ലം. ഇവിടെ ജനിച്ച് ഇത്രയും നാളായിട്ട് ഇത് ഒരു തവണ വായിക്കാത്തവരാണ്. 2 തവണ അദ്ദേഹം 2 കൊല്ലം കൊണ്ട് അത് വായിച്ചു തീർത്തു. വായിച്ചു തീർത്തിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സുഡാനി കറുകറുത്തിരിക്കുന്ന ബാലന്റെ ചുണ്ടിലൂടെ കടന്നു വന്ന വചനവചസ്സുകൾ അത് അല്ലാഹുവിന്റെ വചനമാണ്, വചസ്സാണ്, വാക്യമാണ്. അത് രക്ഷിതാവിന്റെ, ലോകത്തിന്റെ നാഥന്റെ വാക്കുകളാണ്. അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്റെ മനസ്സുകൾക്ക് ബൈബിളിന്റെ പൂർത്തിയതും ഓൾഡും ന്യൂമാകുന്ന ടെസ്റ്റ്മെന്റുകളുടെ പാരായണങ്ങൾ മനസ്സിന് സമാധാനം കൊണ്ടുവന്നില്ല. പാദ്രിമാരുടെ കുർബാനകളെ, പ്രാർത്ഥനകൾ, അവരുടെ എല്ലാ പ്രബന്ധങ്ങളും വായനകളും എനിക്ക് ആശ്വാസം കൊണ്ടുവന്നില്ല. എന്നാൽ ഇന്നലെ വരെ അറപ്പോടുകൂടി കണ്ടിരുന്ന സുഡാനി ചെറുക്കനുണ്ടല്ലോ, കറുകറുത്തിരിക്കുന്ന ബാലൻ. ആ കറുകറുത്തിരിക്കുന്ന ബാലന്റെ ചുണ്ടിലൂടെ കടന്നു വന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, വചസ്സുകൾ എന്നെ വല്ലാതെ ആകർഷിച്ചിരിക്കുകയാണ്. എന്ത് മനോഹരമാണ്, എത്ര സുന്ദരമാണ്, എത്ര അതീവ മനോഹരമാണ്. മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു പോയ ഗ്രന്ഥമേ ഖുർആൻ, മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയ ഗ്രന്ഥമേ ഖുർആൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
അദ്ദേഹം യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ച് മുസ്ലിമായി. അദ്ദേഹമാണ് ഹൂ ഇസ് ദ അല്ലാഹ് എന്നും പറഞ്ഞൊരു ഇംഗ്ലീഷ് ഗാനം ഇറക്കിയിട്ടുണ്ട്. നമുക്കത് കേൾക്കാൻ പറ്റില്ലേ? ഉണ്ട്. ആരിറക്കിയേ? ഈ കാറ്റ് സ്റ്റീവനാണ് ഇറക്കിയത്. ഞാൻ പറയുന്നില്ല, ഖുർആന്റെ അത്ഭുതങ്ങളാണ്. അത്ഭുതം. അള്ളാഹു പഠിക്കാൻ തൗഫീഖ്. ഞാൻ പറഞ്ഞു വന്നത് 2050 ഇങ്ങനെയൊക്കെ ആൾക്കാർ. ഞാൻ എത്ര ഉദാഹരണം എത്ര പറഞ്ഞുതരാം ഇതിന്. ഇന്ന് നടന്ന ഇപ്പോ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ എത്ര ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ശിവശക്തി സ്വരൂപം എന്ന് പറയുന്നത് സ്വാമിയുണ്ട്. അദ്ദേഹം ഇസ്ലാമുൽ ഹക്ക് എന്നാണ് പേര്. എന്നൊക്കെ ഇത് പറയണമെന്നാണ്. കാരണം ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിരിക്കുക സമൂഹം. പാവപ്പെട്ട റിയാസ് വല്ലതും അറിഞ്ഞു? കാസർഗോഡ് ചുരിയിലുള്ള 32 വയസ്സുകാരൻ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയില്ലേ? അറിവില്ലാത്തവർ, അജ്ഞർ, സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരാഗ്രഹിച്ചത് എന്താണ്? മുസ്ലിമീങ്ങൾ തിരിച്ചാരെങ്കിലൊക്കെ ഒരു പൂജാരിയൊക്കെ തട്ടണം. മുസ്ലിമീങ്ങൾ ബുദ്ധിയുള്ളവരാണ്, സംയമനം പാലിപ്പിക്കുന്നവരാണ്. അല്ലെ? ആ മുസ്ലിമീങ്ങൾക്ക് ആരും പേടിയില്ല. അത് മനസ്സിലാക്കുക. ഷഹാദത്ത് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഷഹാദത്ത്, രക്തസാക്ഷിത്വം, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഇല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഷഹീദായ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് വെച്ചപ്പോൾ സ്ത്രീകൾ കരയാൻ തുടങ്ങി. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു, കരയരുത്, നിങ്ങൾ കരയരുത്, നിങ്ങൾ വിഷമിക്കരുത്, പ്രയാസപ്പെടരുത്. ഇദ്ദേഹം അർശിന്റെ താഴ്ഭാഗത്ത് കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുന്ന പച്ചക്കിളികളാകുന്ന കൂടുകൾക്കകത്ത് പച്ചക്കിളികൾക്കകത്തിളത്തുന്ന റൂഹാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഷഹീദ് ഫൈസലും ഷഹീദ് റിയാസും എല്ലാം അർശിന്റെ താഴ്ഭാഗത്ത് കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുന്ന വിളക്ക് മരത്തിന്റെ അകത്തളത്തുള്ള പച്ചക്കിളികളുടെ അകത്തളത്തുള്ള റൂഹുകളാണ്. അവർ ഉന്നത സ്ഥാനത്താണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അവരോടൊപ്പം നമ്മളെ ചേർക്കുമാറാകട്ടെ. അതുകൊണ്ട് മുസ്ലിമുകളെ സംബന്ധിച്ച് പേടിയൊന്നുമില്ല. എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. കാരണം ഖുർആനാണ് ഗ്രന്ഥം. നമ്മുടെ വിജയം എന്ന് വെച്ചാൽ ഖുർആൻ. ലൻ തദല്ലു മാ തമസ്സകതും ബിഹിമാ കിതാബുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫാ മൈതാനിൽ പറഞ്ഞതാണ്, തറത്തു ഫീക്കും അംറൈൻ. 2 കാര്യങ്ങൾ തന്നിട്ട് പോകാം. ആ 2 കാര്യങ്ങളെ അവലംബിക്കുന്നവർ ലൻ തദല്ലു മാ തമസ്സകതും ബിഹിമാ, അതിനെ അവലംബിക്കുന്ന കാലഘട്ടത്തോളം നിങ്ങൾക്കൊരു കുഴപ്പമില്ല. കിതാബുല്ലാഹ് വസുന്നത്ത് റസൂലി. ഒന്ന് കിതാബ്. അവിടെയാണ് ഏകസിവിൽക്കൊണ്ട വിഷയം നമ്മൾ എതിർക്കുന്നത്. ഒന്ന് കിതാബുള്ളക്കെതിരെ, 2 സുന്നത്ത് റസൂല്. ഒരാൾക്കുമായി ബന്ധപ്പെട്ട മെയില് കോടതി ബെഞ്ചിലേക്ക് വരാം. മെയ് 11-ാം തീയതി പറയണ അല്ലാഹു ഖൈറായി തീരുമാനിക്കുമാറാകട്ടെ. അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, പരിശുദ്ധമാകുന്ന ഖുർആൻ അന്യൂനമായി എന്നും അത് പ്രോജ്വലമായി ഇങ്ങനെ നിൽക്കുന്ന കാരണം എന്താണ്? 21-ാം നൂറ്റാണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മായാജാലത്തിന്റെ കാലഘട്ടം. അതുകൊണ്ട് അള്ളാഹു തആല മൂസാ നബിക്ക് മായാജാലം കളിക്കാൻ ഒരു വടിയും കൊടുത്തു. കക്ഷത്തിൽ നിന്ന് പുറത്തെടുക്കുന്ന കൈ വെളുത്ത കൈയായി, പ്രകാശിക്കുന്ന കൈയായി മാറി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ കുഷ്ഠം പോലുള്ള മാരകമായ രോഗങ്ങൾ പിടിപെട്ടവർ, അന്ധത ബാധിച്ചവർ, അവർക്ക് രോഗശമനത്തിന് വേണ്ടി അല്ലാഹു തആല മുഅ്ജിസത്ത് കൊടുത്തു. അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സാഹിത്യ സാമ്രാട്ടുകളോട് പോരാടാൻ അല്ലാഹു തആല വിശ്വോത്തരമാകുന്ന സാഹിത്യ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ കൊടുത്തു. 21-ാം നൂറ്റാണ്ടായിട്ടും ഒരു പോറല്ലോ, ഒരു വള്ളിക്കോ വർഗത്തിനോ പുള്ളിക്കോ ഒരു വ്യത്യാസവും ഇല്ല. ബാക്കിയൊക്കെ മാറ്റാൻ വേണ്ടി മാർപ്പാപ്പയിലും കൊടുത്തിരിക്കുന്ന 100-ാമത് മെമ്മോറാണ്ടം ബൈബിളിലെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാറ്റം വരുത്തണം. വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാറ്റം വരുത്തണം. ഒരുപാട് വിഷയങ്ങൾ അത്. പരിശുദ്ധമായ ഖുർആൻ എന്തേ അതിന്റെ പ്രത്യേകത? 21-ാം നൂറ്റാണ്ട് ശാസ്ത്രത്തിന്റെ നൂറ്റാണ്ടാണ്. 72 ലക്ഷം കിലോമീറ്റർ അകലെ നിൽക്കുന്ന ചൊവ്വ എന്ന ചുമന്ന പേടകത്തിലേക്ക് 450 കോടി രൂപ ചെലവഴിച്ച് 300 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യ എന്ന വികസ്വര രാഷ്ട്രം മംഗൾയാൻ എന്ന പേടകത്തിന് എത്തിച്ച കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ശരിയല്ലേ? ചൊവ്വയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുക.
ഇപ്പൊ പോയിട്ട് വരാൻ ഒരു ഏകദേശം 2000 ദിവസം എടുക്കും. 2030 ഫ്യൂഷൻ റോക്കറ്റുകൾ കണ്ടുപിടിക്കും. 2030 ഫ്യൂഷൻ റോക്കറ്റുകളുടെ പ്രത്യേകത 60 ദിവസങ്ങൾ കൊണ്ട് ചൊവ്വയിൽ പോയിട്ട് വരാം. വേറെ 60 ദിവസം പോയിട്ട് വരാൻ പറ്റുമെന്ന് പിന്നെ ആലോചിക്കണം. പോണ കാര്യം ഉറപ്പാണ്. 72 ലക്ഷം കിലോമീറ്ററുകളിൽ ചൊവ്വയിലേക്ക് 60 ദിവസം മതി എന്നാണ് പാക്കേജുകൾ. മലേഷ്യയിലേക്ക് പോകുന്ന പോലെ, സിംഗപ്പൂരിലേക്ക് പോകുന്നത് പോലെ, ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് പോലെ ഒരു പിക്നിക്, ഒരു ടൂർ പാക്കേജ് ഒക്കെ വരും. അവിടെ ചന്ദ്രനിലേക്ക് പോകാം. നാസ തുടങ്ങി 100 പേരെ തെരഞ്ഞെടുത്തു. പാലക്കാടുള്ള 23 വയസ്സുകാരിയുണ്ട് ചന്ദ്രനിലേക്കുള്ളതായ ടൂർ പാക്കേജ്. 62 ലക്ഷം രൂപയുള്ളൂ ചെലവ് ഒരാൾക്ക്. എല്ലാവരും ചെലവഴിച്ചു ചൊവ്വയിലല്ലേ പോണേ. 3,75,182 കിലോമീറ്റർ അലക്കുന്ന ചൊവ്വയെ പോവാനാണ്. ഇവിടുന്ന് ഡൽഹി പോയിട്ട് വരാൻ വേണ്ടിയാണ് 15 ദിവസത്തേക്ക് 70,000 രൂപ. ഇത് ചൊവ്വയെ പോവാൻ, ചന്ദ്രനിൽ പോവാൻ. ഒന്ന് പോയി നോക്കണം ചന്ദ്രനിലൊക്കെ, അല്ലേ? പോയി നോക്കിയിട്ട് തിരിച്ചു വേണം പിന്നീട്. ഇവിടുന്ന് കയറുമ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് റെഡിയായി, കാണേണ്ടവരൊക്കെ കണ്ട് കടമൊക്കെ തീർത്ത്. സാധാരണ മക്കയിലും മദീനയിലൊക്കെ പോകുമ്പോ ഇപ്പൊ ഉംറയ്ക്ക് പോണവരൊന്നും അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. കാരണം പോയിട്ട് മടങ്ങി വരുന്ന ഉറപ്പിലാണ് പോണത്. ഉംറയ്ക്ക് പോകുന്നവരെ ഉറപ്പിച്ചിട്ടാണ് പോണത്. ഞാൻ 15 ദിവസം കഴിഞ്ഞ് വരുവേ, അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിയാക്കാം. പണ്ട് അങ്ങനെയല്ല. മക്കയിലും മദീനയിലൊക്കെ ഉംറയ്ക്കോ ഹജ്ജിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്തെയ്യുന്നറിയോ? എല്ലാ കടങ്ങളും തീർത്തി, എല്ലാ പ്രാരാബ്ധങ്ങളൊക്കെ മാറ്റി വെച്ച് അവസാനം പൊരുത്തപ്പെടേണ്ടവരൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് നിലവിളിച്ച്, ഇനി കണ്ടാലായില്ലെങ്കിൽ അപ്പൊ ചിലര് മനസ്സിന് വൈരാഗ്യമുള്ളവരൊക്കെ അൽഹംദുലില്ലാഹ് പോയി മുടിഞ്ഞു വാ. അങ്ങനെ ചിലര് ശല്യം തീർന്നു, ഇല്ലെങ്കിൽ പടച്ചോനെ അവിടെ തന്നെ നീ അങ്ങ് ആക്കിക്കോ, നാട്ടിൽ ഇനി മടക്കി വരണ്ട എന്ന് പറയുന്നവരുണ്ട് കൂട്ടത്തില്. ശല്യം ഒഴിവായി കിട്ടാൻ. ഇപ്പൊ അതൊക്കെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ചോദിച്ചിട്ട് ഇൻഷാ അല്ലാഹ് വന്നിട്ട് ബാക്കി കച്ചവടം നടക്കട്ടെ, അല്ലേ? ശരിയല്ലേ? വന്നതിന് ശേഷം ഇൻഷാ അല്ലാഹ് മോളെ കല്യാണം ഡേറ്റൊക്കെ നിശ്ചയിച്ചിട്ട് പോവുകയാണ്. പിറ്റേന്ന് വന്ന് 10ന്റെ അന്ന് നിക്കാഹ് എല്ലാം ഉറപ്പിച്ച് വെച്ചിട്ട് പോവുകയാണ്. തീർത്തിട്ടില്ല, തുടർച്ചയാക്കി വെച്ചിട്ട് പോവുകയാണ്. അങ്ങനെ മാറിയിരിക്കുക. പക്ഷെ ചന്ദ്രനിലേക്ക് പോകുമ്പോ അതൊന്നും പറ്റൂല കേട്ടോ. ചന്ദ്രനിലേക്ക് പോകുമ്പോ എല്ലാരും കണ്ട് ശരിയാക്കി പറഞ്ഞ് അൽഹംദുലില്ലാഹ് അതിന്റെ അവസാന യാത്രയാണ്. പൊരുത്തപ്പെട്ടോളണം. വണ്ടി കയറിയിരിക്കുമ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലി കൊടുത്തോളണം. കാരണം മടങ്ങി വരുന്ന ഒരു ഉറപ്പും വേണ്ട. കാരണം കൊണ്ടുപോകണം, അമേരിക്കയിൽ കൊണ്ടുപോകണം. അള്ളാഹു ചിന്തിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട് ഈ കാലഘട്ടം ശാസ്ത്രലോകത്തിന്റെ കാലഘട്ടമാണ്. ഇന്ന് ശാസ്ത്രമില്ലെങ്കിൽ ഒന്നുമില്ല. പാമോയിൽ കൊള്ളാമെന്ന് ശാസ്ത്രം പറഞ്ഞാൽ നമ്മൾ പാമോയിലേ മേടിക്കും. പിറ്റെന്ന് പറയുന്നത് പാമോയിലല്ല, വെളിച്ചെണ്ണയാണ് കൊള്ളാം. പാമോയിൽ 1 കിലോ വീട്ടിലിപ്പോഴും എടുത്ത് കളയും, വെളിച്ചെണ്ണ വാങ്ങാൻ. പിറ്റെന്ന് വാർത്ത പറയാണ് ഇത് രണ്ടും കൊള്ളത്തില്ല, സൂര്യകാന്തിയുടെ എണ്ണയാണ് നല്ലത്. പടച്ചോനെ, സൂര്യകാന്തി കൊളസ്ട്രോൾ ഇല്ല. ശാസ്ത്രം പറയുന്നു ഇന്ന സോപ്പ് കൊള്ളാം, ഇന്ന സോപ്പ് കൊള്ളാം. വീട്ടിലിരിക്കുന്ന മുഴുവൻ സോപ്പുകൾ അന്നത്തോടുകൂടി ചവിട്ടി കുട്ടേര്. പിറ്റെന്ന് അടുത്ത പരസ്യം ഇതല്ല, ഇതാണ് ആരോഗ്യത്തിന് നല്ലത്. ശാസ്ത്രം എന്തോ പറയുന്നുവോ അതിനങ്ങോട്ട് തൊണ്ട തൊടാതെ എന്ത് ചെയ്യും? അങ്ങനെ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുക. അല്ലെ നമ്മൾ പരിശോധിച്ചിട്ടാ മേടിക്കണേ? ആണോ? പരസ്യം കണ്ടിട്ടില്ലേ? ഗോൾഗേറ്റ് കൊള്ളാമോ, ക്ലോസപ്പ് കൊള്ളാമോ, പിന്നെന്താ പെപ്സോഡന്റ് കൊള്ളാമോ, പിന്നെന്താ സെൻസറിൻ കൊള്ളാമോ? ഇതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കണേ എങ്ങനെ തിരഞ്ഞെടുക്കണേ? പരസ്യം കണ്ടിട്ടാണ്. ലൈഫൈ കൊള്ളാമോ, ലെക്സോ കൊള്ളാമോ? ഇതുവരെ ലെക്സോ ഒക്കെ കുളിച്ചിട്ട് ഒരാരും ഐശ്വര്യറായി ആയിട്ടില്ല. ആയിട്ടുണ്ടോ? ആയിട്ടില്ല. ലോകത്തിൽ സത്യസന്ധമായ 2 പരസ്യമുള്ളൂ. ലോകത്തിൽ സത്യസന്ധമായ 2 പരസ്യം. ഏതാ? ഒന്ന് സിഗരറ്റിന്റെയും 2 മദ്യപാനത്തിന്റെയും. എന്താ പറയണ പരസ്യത്തില്? നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് സിഗരറ്റും മദ്യവും. എന്നാൽ ഇതിട്ട് കുറയുന്നുണ്ടോ? 2 സത്യമായ പരസ്യമുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് കുഴപ്പമാണ്. പക്ഷെ അങ്ങനെ പരസ്യം കണ്ടിട്ട് അത് വാങ്ങാതിരിക്കുന്നവരുണ്ടോ?
ആ പരസ്യങ്ങളുടെ ശാസ്ത്രലോകത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെന്ത് പറയുന്നു, അവരെന്ത് നൽകുന്നു, അത് നമ്മൾ സ്വീകരിക്കുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിലും ശാസ്ത്രലോകത്തിന്റെ അതിനിബിഡമാകുന്ന ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകളെ കുറിച്ച്, ആഴിയുടെ അഗാധങ്ങൾ ഉള്ളിട്ട് പോകുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ കുറിച്ച്, ആകാശ ഗാലക്സിയിലെ സൂര്യചന്ദ്രാദി ഗോളങ്ങളെ കുറിച്ച്, അതിനകത്തുള്ള തമോഗർത്തങ്ങളെ കുറിച്ച്, വനാന്തരങ്ങളിലെ പക്ഷിപ്രവാദികളെ കുറിച്ച്, ഒട്ടകത്തിനെ കുറിച്ച്, ആനയെ കുറിച്ച്, നീലത്തിമിംഗലത്തിനെ കുറിച്ച്, ഉറുമ്പിനെ കുറിച്ച്, ഒച്ചിനെ കുറിച്ച്, കുഴിയാരെ കുറിച്ച്, അങ്ങനെ തുടങ്ങുന്ന ലോകത്തിന്റെ സർവ്വചരാചരങ്ങളെ കുറിച്ചുള്ള അതിഗഹനമാകുന്ന നിരൂപണങ്ങൾക്കും പഠനങ്ങൾക്കും വിധേയമാകുന്ന വർത്തമാന കാലഘട്ടത്തിന് മനുഷ്യന്റെ കണ്ടെത്തലുകൾ മേച്ചിൽ പുറങ്ങളായി പുറം ലോകത്തേക്ക് മാറപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണ് ആ വെല്ലുവിളികൾ അതിജയിക്കുക? ശാസ്ത്രലോകം പറയുകയാണ്, ലോകമുണ്ടായത് വലിയൊരു പൊട്ടിത്തെറിയെന്നാണ്. ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന ഒരു തിയറിയിലൂടെയാണ് സൂര്യനും ഭൂമിയും ചന്ദ്രനും മറ്റു എല്ലാം ഒന്നായിരുന്നു. അവകളെല്ലാം തകർന്ന് തരിപ്പായിട്ടാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്ന് പറയുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആകാശത്തിലേക്ക് ടെലസ്കോപ്പ് വെച്ചുകൊണ്ട് സൂര്യനെ നിരീക്ഷിച്ചില്ല, ചന്ദ്രനെ നിരീക്ഷിച്ചില്ല, നെപ്റ്റ്യൂണിനെയോ പ്ലൂട്ടോയോ തമോഗർത്തങ്ങളെയോ നക്ഷത്രങ്ങളെയോ അല്ലാഹുവിന്റെ ഹബീബ് നിരീക്ഷിച്ചില്ല. പരിശുദ്ധമാകുന്ന ഖുർആന്റെ അവതീർണമുണ്ടാകുകയാണ്. അവലം യറല്ലദീന കഫറൂ അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖാ വഫതഖ്നാഹുമാ. പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരന്മാരെ, പരിശുദ്ധമാകുന്ന ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്, ആകാശഭൂമികളെല്ലാം ഒട്ടിച്ചേർന്നാണിരുന്നത്. കാനതാ റത്ഖാ, ആകാശം ഭൂമിയും ഒട്ടിച്ചേർന്നാണിരുന്നത്. വഫതഖ്നാഹുമാ, അവ രണ്ടിനെ നാം വേർപെടുത്തുകയായിരുന്നു. ആകാശഭൂമി മണ്ഡലങ്ങളെല്ലാം ഒട്ടിച്ചേർന്നിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങൾക്ക് ശേഷം ബിഗ് ബാങ് തിയറി എന്ന് ശാസ്ത്രലോകം പറയുമ്പോൾ ആ തിയറിയിലൂടെ ചിന്ന ഭിന്നമായി ഭൂമിയുണ്ടായി, ചന്ദ്രനുണ്ടായി, ശനിയുണ്ടായി, സൂര്യനുണ്ടായി, അങ്ങനെ തുടങ്ങുന്ന കോടാനുകോടി ഗാലക്സികളും നക്ഷത്രലോകങ്ങളും ഉണ്ടായി, ഭൂമിയുണ്ടായി എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയുന്ന 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമിനാബിയുടെ പൊന്നുമോർ കാലത്തിന്റെ കാലച്ചകൾ കാലെ കൊണ്ട് കണ്ടെറിഞ്ഞ് കാരുണ്യമാണ് കരുണീയമെന്ന് കലാപകരുഷയുടെ കാത് പറഞ്ഞുകൊടുത്ത കാലം കാത്തിരുന്ന കാലഘട്ടത്തിന്റെ കാവലായ കാരുണ്യത്തിന്റെ തിരദൂതർ മുഹമ്മദ് മുസ്തഫ, സ്നേഹത്തിന്റെ തിരദൂതർ പറയുകയാണ്, അല്ലാഹുവിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ ബുദ്ധിമുട്ടായ കാലഘട്ടമാണെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്. ആ കാലഘട്ടമാണ് ഈ കാലഘട്ടം. നമ്മളെ മക്കളെയൊക്കെ നമ്മളെന്തെയും ആക്കിലാക്കും, അതോടുകൂടി ജോലി നിർത്തും, പിന്നെ അവരെ അതുമായിട്ട് ബന്ധപ്പെട്ടു, പിന്നെ തൊഴിൽ മേഖലകളും പഠന മേഖലകളൊക്കെ ഈ മനഃപ്പാഠമാക്കിയ കുട്ടികൾ പരിശുദ്ധമാകുന്ന ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ ആ ഖുർആൻ പഠിക്കട്ടെ, അവർ അതിന്റെ ആശയങ്ങൾ പഠിക്കട്ടെ. അതുകൊണ്ട് എന്റെ ഉമ്മമാരോടും സഹോദരിമാരെ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ അത്ഭുത ഗ്രന്ഥം തന്നെയാണ് എല്ലാ നിലയ്ക്കും, ഏതു നിലയ്ക്കും. അതിലൂടെ ലോകത്താകമാനം ആൾക്കാർ വിശുദ്ധ ഇസ്ലാമിനെ അടുത്തറിയുന്നു, പഠിക്കുന്നു, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. പാരമ്പര്യമായി മുസ്ലിമീങ്ങൾ എന്ന് വാദിക്കുന്ന നമ്മൾ ഒരു മാറ്റത്തിന് വിധേയമായി പരിശുദ്ധമാകുന്ന ഖുർആൻ പഠനത്തിന് തയ്യാറായി ആ ഖുർആനുമായി അടുത്ത് ഖുർആനെ പ്രേമിച്ച് ഖുർആനെ ഇഷ്ടപ്പെട്ട് ഖുർആന്റെ മുഹിബ്ബീങ്ങളായി നാളെ പരലോകത്ത് ഖുർആൻ വന്നിട്ട് അല്ലാഹുവിനോട് പറയണ, പടച്ചവനെ ഈ നിൽക്കുന്ന മനുഷ്യൻ റജബായി. അൽഹംദുലില്ലാഹ് 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 അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ. ഖുർആനിനെ ഒരു പരിധിവരെയും നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റിത്തന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾക്ക് അല്ലാഹു ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുവാനും അല്ലാഹുവിനെ യഥാവിധി പേടിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കുവാനും ഖുർആൻ നമ്മുടെ ജീവിതമാക്കി തീർക്കുവാനും അല്ലാഹു ഈ പ്രഭാഷണം നമുക്ക് ഉപകരിക്കുമാറാകട്ടെ.
ദാറുൽ ഇർഷാദ് തഹ്ഫീദുൽ ഖുർആൻ ആൻഡ് അറബിക് കോളേജിന് വേണ്ടി സന്മനസ് കാണിച്ച കുറച്ച് സഹോദരങ്ങളുടെ പേരാണ് ജമീല ബീവി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദഖകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഈ സദഖയുടെ എല്ലാം ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാം ഈമാനിനെ സലാമത്തിലാക്കി നൽകുമാറാകട്ടെ. ഈ സദഖകളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഖുർആൻ കൊണ്ടുള്ള ജീവിതം പരിപൂർണമായിട്ടും നൽകുമാറാകട്ടെ. വിശദമായിട്ട് ദുആ ചെയ്യാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ക്ഷണിച്ചുകൊള്ളു. അൽഹംദുലില്ലാഹ് സുബ്ഹാനഹു വ തആല ഈ നൽകിയ എല്ലാ സംഭാവനകളും അതിന്റെ ഉദ്ദിഷ്ട ലക്ഷ്യം പൂർത്തീകരിച്ച് കബൂൽ ചെയ്തു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വീണ്ടും ഈ സദസ്സ് ധന്യമായി നാളെ മുതൽ ഒരുപാട് പരിപാടികൾ നടക്കുന്ന രക്ഷകർത്താക്കളുടെ യോഗമൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിസമ്പുഷ്ടമായ രീതിയിൽ പരിപാടികളുണ്ട്. നാളെ വേണ്ടി കാര്യമായിട്ട് ഫസ്റ്റ് സദസ്സല്ല, തുടക്ക ദിവസമല്ല. എന്തായാലും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم إنا نسألك حبك وحب رسولك وحب من يحبك وحب كل عمل يقربنا إلى حبك يا ذا الجلال والإكرام. ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്, സമസ്ത പാപങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാഹ്, സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ായ അള്ളാഹുവേ, അലിഫ് എന്ന അക്ഷരം മുതൽ ഞങ്ങൾക്ക് അറിവ് പകർന്ന നമ്മൾ ഉസ്താദുമാർ, അള്ളാഹുവേ ദറസീരംഗത്ത് പിടിച്ചേർത്തിയതായ ഉസ്താദുമാർ, ഞങ്ങളാക്കി മാറ്റിയതായ ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. അള്ളാഹുവിടെ സുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ അങ്ങേറുകളൊക്കെ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവിടെ കുടുംബങ്ങൾക്ക് നീ ഖൈറ് നൽകണേ, മക്കൾക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ലാഹ്. അവിടെ പൊരുത്തത്തോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ. മരണപ്പെട്ടു പോയ ഉസ്താദുമാര് വെള്ളാഞ്ചിറ ഹുദൈബിയുടെ ഭാഗത്തടക്കപ്പെട്ട എന്നെ ഉസ്താദിനെ പോലെ, ആലുവായിൽ PK കോയ ഉസ്താദിനെ പോലെ, അബ്ദുൽ കരീം ഉസ്താദിനെ പോലെ, ഷംസുദ്ദീൻ ഉസ്താദിനെ പോലെ, ഫാനായിക്കുളം ഉസ്താദിനെ പോലെ, അള്ളാഹുവേ ബാക്കിയാത്തിലെ അസ്റത്തുമാരെ പോലെ റഹ്മാനായ നാഥ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ദക്ഷിണ ജന്മത്തിന്റെ മഹാരഥന്മാരായ ഉസ്താദുമാർ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവിടെ ദറജകൾ ഉയർത്തണേ അല്ലാഹ്. അവിടെ കരം പിടിച്ച് സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. പടച്ചവനെ പരിശുദ്ധ ഖുർആന്റെ സവാബ് അവർക്ക് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദാറുൽ ഇർഷാദിനെ ഉയർത്തണേ റഹ്മാനെ. പുരോഗതിയിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നാടിന്റെ കെടാവിളക്കായി നിലനിർത്തണേ അല്ലാഹ്. അതിന്റെ ബാധ്യതകളെല്ലാം നീ ഒഴിവാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇതിന്റെ സാരഥികളായ ഉസ്താദുമാർ ഓരോരുത്തരെയും നിനക്കറിയാമല്ലോ റഹ്മാനേ. ഹാഫിദ് ഉസ്താദുമാരും അതിന്റെ കോർഡിനേറ്ററും അതുപോലെ തന്നെ അല്ലാഹുവേ ഇതിന്റെ ജനറൽ സെക്രട്ടറിയും ചെയർമാനും അങ്ങനെ തുടങ്ങുന്ന എല്ലാവരെയും ഓരോരുത്തരെയും നിനക്കെല്ലാം അറിയാമല്ലോ റബ്ബേ. അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്.
അള്ളാഹുവേ നീ ദീർഘായുസും ആഫിയത്തും കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ അബ്ദുൽ ഹക്കീം ഉസ്താദിനെ പോലെ, നസീം മന്നാനിയെ പോലെ, അബ്ദുൽ റഊഫ് ഉസ്താദിനെ പോലെ, അള്ളാഹുവേ ഹാഫിസ് ഷാഹിദ് മന്നാനിയെ പോലെ, അള്ളാഹുവേ കാട്ടാമ്പള്ളി ഉസ്താദിനെ പോലെ, നിഅമത്ത് തൊട്ടിക്കലിനെ പോലെ, അള്ളാഹുവേ ഇതിന്റെ സാരഥികളാകുന്ന മുഴുവൻ സഹോദരന്മാർക്കും നീ ദീർഘായുസും ആഫിയത്തും കൊടുക്കണേ അല്ലാഹുവേ. എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കണേ അല്ലാഹ്. അവിടെ നീയത്തുകളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടെ സേവനങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ്. അവിടെ കുടുംബജീവിതങ്ങൾ നീ റാഹത്തിലാക്കണേ അല്ലാഹ്. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുമക്കൾ അല്ലാഹുവേ ഹാഫിളായവർക്ക് നീ ഓർമ്മശക്തി നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. ഹാഫിളാകാൻ പഠിക്കുന്ന മക്കൾക്ക് നീ കൂർമ്മ ബുദ്ധി ഓർമ്മശക്തിയും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ കല്ലിൽ കൊത്തിവെച്ചതുപോലെ മനപ്പാടമാക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചാൽ ഉടനെ മറുപടി പറയാനുള്ള ശേഷി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കി തരണേ അല്ലാഹ്, ആലിമീങ്ങളാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ മരിച്ചു കിടക്കുമ്പോ ഇതിന്റെ വാപ്പയാണ് ഉമ്മയാണെന്ന് പറഞ്ഞ് കുളിപ്പിക്കാൻ അറിവുള്ള ആ മക്കളെയും പെൺമക്കളെയും നൽകണേ റഹ്മാനെ. കഫം പൊതിയാൻ അറിവുള്ള അല്ലാഹുവേ പള്ളിയിലേക്ക് കൊണ്ടുവെക്കുമ്പോ ഇതിന്റെ വാപ്പയാണ് ഉസ്താദേ, ഇതെന്റെ ഉമ്മയാണ് ഉസ്താദേ, ഞാൻ നിസ്കരിക്കാമെന്ന് പറയുള്ള ആലിമീങ്ങളായ ഹാഫിളീങ്ങളായ ആ മക്കളെ നൽകണേ റഹ്മാൻ. അല്ലാഹുവേ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവച്ച് പലക വെച്ച് മണ്ണ് വിതറി എല്ലാവരും പോകുമ്പോൾ ആ കബറുകളുടെ ചാരത്തുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന ആ മക്കളെ നൽകണേ റഹ്മാനേ. മണ്ണോട് ചേർന്ന് കിടക്കുമ്പോഴും ഞങ്ങളെ മറക്കാത്ത മക്കളെ തരണേ അല്ലാഹ്. വീട്ടിന്റെ അകത്തളത്തിൽ ഖുർആൻ ഖത്തം ചെയ്തിട്ട് അല്ലാഹുവേ എന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കുമാണെന്ന് ഹദിയ ചെയ്യുന്ന പെൺമക്കളാക്കണേ റഹ്മാൻ. ഞങ്ങളെ മക്കളെ വഴി തെറ്റിക്കല്ലേ അല്ലാഹ്, വഴികേടിലാക്കല്ലേ അല്ലാഹ്. അവിടെ കണ്ണുനീര് കൊണ്ട് ഞങ്ങളെ നീ ദുഃഖിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനായ നാഥാ, അവരെ സന്തോഷം കൊണ്ട് സന്തോഷിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാൻ. ഞങ്ങളുടെ ജീവിതം അവർക്ക് വേണ്ടിയാണല്ലോ അല്ലാഹ്. അല്ലാഹുവേ അവരെ നന്മ കണ്ട് ഞങ്ങൾക്ക് സന്തോഷിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാൻ. അല്ലാഹുവേ അവരെ നീ ഇടർച്ചയിലാക്കല്ലേ അല്ലാഹ്, അവരെ വഴികേടിലാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ അവിടെ ദുർമാർഗികളാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഫുജ്ജാറുകളാക്കല്ലേ അല്ലാഹ്, അബറാറുകളാക്കണേ റഹ്മാൻ, അബറാറുകളാക്കണേ റഹ്മാൻ. മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന മാതാപിതാക്കളാക്കണേ റഹ്മാൻ. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാൻ. അല്ലാഹുവേ കണ്ണിന് കുളിർമയാൽ ആണും പെണ്ണുമായ മക്കളെ